KMML നിയമന അഴിമതിയിൽ CITU യൂണിയൻ നൽകിയ കത്തിൽ വ്യവസായ മന്ത്രി നടപടി സ്വീകരിക്കണമെന്ന് CITU ജില്ലാ സെക്രട്ടറി S. ജയമോഹൻ. TP യൂണിറ്റിൽ നടന്ന നിയമനങ്ങളിലാണ് വലിയ അഴിമതി നടന്നിട്ടുള്ളത്. 10 വർഷം LDF ഭരിച്ചപ്പോഴും CITU യൂണിയനിൽ തൊഴിലാളികൾ ചേർന്നിട്ടില്ല. RSP യൂണിയനായ UTUC ആണ് അഴിമതിക്ക് പിന്നിലെന്നും പരോക്ഷമായി വിമർശിച്ച് S. ജയമോഹൻ. നമുക്ക് പൊതുമേഖലകളിൽ നിയമനം നടത്തുന്ന റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കൊണ്ടുവന്നു. ആ ബോർഡ് ടെസ്റ്റ് നടത്തി വെച്ചു. ആ ടെസ്റ്റ് നടത്തി വെച്ച ആ റാങ്ക് ലിസ്റ്റിൽ പെട്ടതോ ആയിട്ടുള്ള ആളുകളുടെ പേര് ചിലർക്ക് കിട്ടി. ആ ഉദ്യോഗാർത്ഥിക്ക് കത്ത് വരുന്നതിന് മുമ്പ് തന്നെ അവരെ സാധിച്ചു. അത് നിങ്ങൾ ഇത്രയും ഗവേഷണം നടത്തി നോക്കി കൂട്ടത്തിലൊന്ന് ചെയ്താൽ മതി. ഈ കയറിയ ആളുകളെല്ലാം ഏത് യൂണിയനാണെന്ന് നോക്കിയാൽ മതി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കാലത്ത് അവിടെ ഒരു നിയമനം കിട്ടിയാൽ എല്ലാ യൂണിയനും ആൾ കാണും. PSC പോലല്ലേ പ്രവർത്തിച്ച് മിക്കവാറും 99% ഒരു യൂണിയനിൽപ്പെട്ട ആൾ തന്നെ വന്നിരിക്കുന്നു. അത് പോയി റിക്രൂട്ട്മെൻറ്റ് ബോർഡൊക്കെ നമ്മുടെ കാലത്താണ് ടെസ്റ്റ് നടത്തി. പക്ഷേ CITUവിനകത്ത് ആരും ചേർന്നിട്ടില്ല. വിശദാംശങ്ങളുമായി കൊല്ലത്തുനിന്ന് ഷമീർ അബ്ദുൾ ഉണ്ട്. ഷമീർ, ഇപ്പോൾ ഈ അഴിമതി ആരോപണം ആര് നടത്തി, ആരാണ് അതിന് പിന്നിൽ, ഏത് യൂണിയനാണ് എന്നതിനെ സംബന്ധിച്ചാണ് S. ജയമോഹൻ ഒരു ഒളിയം പെയ്യുന്നത്. അത് RSPയുടെ നേർക്ക് തിരിച്ചു വയ്ക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് മലയാളം നൽകിയ വാർത്ത സ്ഥിരീകരിക്കുകയാണ്. അദ്ദേഹം പരോക്ഷമായിട്ടെങ്കിലും അത് സ്ഥിരീകരിക്കുകയാണ്. നമുക്കറിയാം, KMML പ്രധാനമായും റഫറണ്ടമുള്ള യൂണിറ്റുകൾ 1 STU, 2 INTUC, 3 UTUC ആണ്. ഈ 2 യൂണിയനുകളുടെ പേര് അദ്ദേഹം പറയുന്നു. മൂന്നാമത്തെ യൂണിയനായ UTUCയുടെ പേര് അദ്ദേഹം പറയുന്നില്ല. അതായത് UTUC ആണ് കാലങ്ങളായി KMML കൂടുതൽ ആളുകളുള്ള യൂണിയൻ. ആ യൂണിയനിൽ ഇത്തരത്തിൽ ആളുകൾ കൂടുതലായി ചേരുന്നതിൻ്റെ കാരണം എന്താണെന്ന് പരിശോധിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ CITU KMMLലെ TP യൂണിറ്റിൽ നടന്ന നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിൽ വിശദമായ അന്വേഷണം വകുപ്പ് മന്ത്രി നടത്തണം. അന്വേഷണം നടത്താത്ത പക്ഷത്തിൽ ശക്തമായ സമരവുമായി CITU KMMLന്റെ മുമ്പിലേക്ക് എത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. HR-ൽ നിന്ന് എങ്ങനെയാണ് ഈ TP യൂണിറ്റിലേക്കുള്ള ഈ സെലക്ഷൻ മെമ്മോ വരുന്നതിന് മുമ്പ് തന്നെ ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ UTUCയുടെ ജനറൽ സെക്രട്ടറിക്ക് ചോർത്തി കൊടുത്തത് എന്നത് പരിശോധിക്കണമെന്ന് അദ്ദേഹം പരോക്ഷമായി പറയുന്നു. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ CITU സ്വാഗതം ചെയ്യുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ UTUCയുടെ ജനറൽ സെക്രട്ടറിയായ മനോജിന്റെ മൊഴി നിലവിൽ പ്രാഥമികമായും എടുത്തിട്ടുണ്ട്. എന്തായാലും HR അടക്കമുള്ള ആളുകളുടെ വിശദമായ മൊഴി ഇതിൽ ക്രൈംബ്രാഞ്ച് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. എന്തായാലും ഇതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് തന്നെ മാറുന്നു. അവിടെ പ്രധാനപ്പെട്ട സംഘടന കൂടിയായ തൊഴിലാളി സംഘടന കൂടിയായ ലീഗിന്റെ തൊഴിലാളി സംഘടനയായ കൂടിയായ STUവും UTUCക്കെതിരെ പരാതി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ CITU പരാതി നൽകിയിരിക്കുന്നു. ഇപ്പോൾ CITU പരസ്യമായി ഇത്തരം നിയമനങ്ങൾക്ക് കോഴ വാങ്ങുന്നു എന്നൊരു ആരോപണമായി, ഒരു ഒളിയമ്പുമായി അദ്ദേഹം രംഗത്തെത്തുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിൽ KMMLന്റെ മുമ്പിൽ വലിയ സമരവുമായി CITUവും രംഗത്തുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഗൗതം. ഷമീറാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്തും.